നമസ്കാരം, എല്ലാവർക്കും ബിഗ് ബഡ്സിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളെ ഒരു ജാക്ക് റസലിൻ്റെ ഒരു സ്റ്റഡ് കൂട്ടി എടുത്തിട്ടുണ്ടെന്നല്ലേ. അപ്പോൾ അവൻ്റെ ഒരു വീഡിയോ ആണ്. മെയിൽ പപ്പിയാണ് കേട്ടോ. ഇത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ റുക്കിയുടെ കുട്ടിയാണ് കേട്ടോ. ആൾ ഫുഡൊക്കെ അടിപൊളി കഴിക്കുന്നുണ്ട്. പെല്ലറ്റ് തന്നെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. 35 ദിവസം കഴിഞ്ഞു ജസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റഡ് പപ്പി എടുത്തതാണ്. അവിടെ ഇത് ബുക്കിംഗ് ആയ കുട്ടിയാട്ടോ. നല്ല അടിപൊളി നല്ല മാർക്കിങ്ങുള്ള കുട്ടിയാണ്. നല്ല ആക്റ്റീവാണ് ആൾ. ഇന്നലെ വന്നുള്ള ആൾ ഇവിടെ വൈകിട്ട് എത്തിയത്. ഇത് പിന്നെ ഒരു ബീഗിളിൻ്റെ ഒരു കുട്ടിയുണ്ട്. ഇതും സ്റ്റഡ് എടുത്തോണ്ട് നല്ല കുട്ടിയാണ്. ചെറിയ കുട്ടിയാണ്. ഫീമെയിൽ കുട്ടി തന്നെയാണ് കേട്ടോ. ഇവനെ ഞാൻ കാട്ടിത്തരാം. ബോഡിയൊക്കെ ഫുള്ള് വൈറ്റ് കളറായിട്ടുള്ളൊരു കുട്ടിയാണ്. മെയിൽ പപ്പി. ഇങ്ങനത്തെ പപ്പി അവിടെ ഇനിയും കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റഡ് എടുത്തുനിന്ന് മാത്രം തന്നെ മെയിൽ പപ്പിനെ എടുത്തത്. ഇതിപ്പോൾ ഇന്ന് ഇവിടുന്ന് മൂപ്പരുന്ന് ഓൾറെഡി ബുക്കിംഗ് ആയ കുട്ടിയാണത്. നമ്മുടെ കൊല്ലം ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. കൊല്ലത്തിലൊരു കസ്റ്റമർ നമ്മുടെ യൂട്യൂബിലെ ചാനൽ കണ്ടിട്ട് മുന്നേ തന്നെ എന്നെ ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ സബ്സ്ക്രൈബറാണ്. ഫുഡൊക്കെ തന്നെ അടിപൊളിയായി കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ആൾ. ഈ ജാക്ക് റസലൊക്കെ ബീഗിളിനായിട്ടും പെട്ടെന്ന് ഡയറക്റ്റ് പല്ലറ്റ് കഴിച്ചു തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെ അതിൻ്റെ മുന്നത്തെ വേറെ പപ്പീസ് ഉണ്ടായിരുന്നപ്പോഴും അവന്മാർക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഗ്രേവി പോലെ ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കഴിച്ചു കൊടുക്കേണ്ടവർ. അവനൊക്കെ അടിപൊളിയായി തിന്നുന്നുണ്ട്. പക്ഷേ ആ ബീഗിളിൻ്റെ കുട്ടി ഇങ്ങനെ ഡയറക്റ്റ് പല്ലറ്റ് വെച്ച് കൊടുത്താൽ അങ്ങനെ അത്ര വലിയ കഴിക്കുന്നില്ല. അവന് ഗ്രേവി പരുവത്തിലാക്കി കൊടുത്താലേ കഴിക്കുള്ളൂ. ഇതൊരു ഫീമെയിൽ കുട്ടിയാട്ടോ. ചെറിയൊരു കുട്ടിയാണ് കണ്ട. പുള്ളിക്ക് വെച്ച് കൊടുത്തിട്ടൊന്നും പുള്ളിക്ക് ഇഷ്ടമില്ല. മൂപ്പര് ഗ്രേവി പോലെയുള്ള തപ്പി നടക്കുക. പക്ഷെ അപ്പോൾ മൂപ്പര് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കയറി അങ്ങോട്ട് നിരങ്ങിയിട്ട് മേത്ത് മൊത്തം ആക്കുക. അവൻ കുഴപ്പമില്ല. അവൻ അടിപൊളിയിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി പപ്പീസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് കോൺടാക്ട് ചെയ്തോട്ടോ. നല്ല പപ്പീസുകൾ സ്റ്റഡ് കുട്ടികളൊക്കെ എടുക്കാനുണ്ട്. ജാക്ക് റസലിൻ്റെ പപ്പീസുകൾ ഇതുപോലെ നല്ല വൈറ്റ് കളറിലെ പപ്പീസ് എടുക്കാനുണ്ട്. ഇനി ഇതിപ്പോൾ ബ്രൗൺ ആൻഡ് വൈറ്റ് ആണ് കുട്ടി വരുന്നത്. മെയിൽ പപ്പിയാണ് കേട്ടോ. അവിടെ ഒരു ഫീമെയിൽ കുട്ടി ഉണ്ടായിരുന്നു, വേറെ നല്ല കുട്ടി ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ അവർ ഫീമെയിൽ കുട്ടീനെ അവിടെ വീട്ടിൽ നിർത്താനായിട്ട് നമ്മൾ ചോദിച്ചു, അവർക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ മെയിൽ കുട്ടീനെ എടുത്തത്. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഫീമെയിൽ കുട്ടീനെ എടുത്തിട്ട് വീട്ടിൽ ഹോൾഡ് ചെയ്യേണ്ട ഒരു പരിപാടിയായിരുന്നു. പിന്നെ അവർ പിന്നെ നമ്മളൊരു ആവശ്യം പറഞ്ഞപ്പോൾ പിന്നെ ആയിക്കോട്ടെ വിചാരിച്ച് അങ്ങനെ മെയിൽ പപ്പീൻ്റെ അടുത്ത് പോകുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ പപ്പീസൊക്കെ ഇറങ്ങാനായിട്ട് വല്ല ഫീമെയിൽസൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റഡിങ്ങിനൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോരാട്ടോ. നമ്മുടെ അടുത്തൊരു 3 മെയിലുണ്ട്. ഇതുപോലെ തന്നെ വൈറ്റ് കളർ കൂടുതലുള്ള ടൈപ്പ് മെയിലുകളാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല അടിപൊളി പപ്പീസുകൾ ഇറക്കുന്നുണ്ട്. ഈ ലിറ്ററിൽ അവിടെ 6 പപ്പി ഉണ്ടായിരുന്നു കേട്ടോ. 5 മെയിലും 1 ഫീമെയിലും. അതിൽ നമ്മൾ മെയിൽ കുട്ടീനെ ഇപ്പോൾ എടുത്തത്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഉഷാറായിക്കോളൂ. കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല. മഴയല്ലായിരുന്നു. ഗംഭീര മഴയ്ക്കായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കൂടിൻ്റെ അവിടെ ഉള്ളിലേ ഒരു കുറച്ച് ഡ്രൈമെൻറ്റ് ഇതിൻ്റെ പരിപാടി ഉണ്ട്. ഇൻ്റർലോക്കിൻ്റെ കുറച്ച് വർക്കുണ്ട്. അപ്പോൾ അവരും ഓപ്പൺ ചെയ്തിട്ട് പിന്നെ അവിടെ ഇട്ട് പോയി മഴ കാരണം കൊണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വേറെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ മൂപ്പര് കഴിച്ചു തുടങ്ങിയിട്ട് കുറച്ച് ദിവസം മൂപ്പർക്ക് വിശന്നപ്പോൾ വേറെ നിവൃത്തിലാണ്ട് മൂപ്പര് ഇത് തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു ഇതൊക്കെ തീർത്തു. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പറഞ്ഞ പോലെ നല്ല പപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കഴിച്ചു കൊടുത്തോളൂ. പുറത്തേക്ക് കളയടാ. അപ്പോൾ ശരി എല്ലാവർക്കും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം.